ഇറ്റ്സ് ഓവർ വെൻ ഐ സേ ഇറ്റ്സ് ഓവർ. രാജീവ് രവിയുടെ ഹോളിവുഡ് ലെവൽ ഗ്രാൻഡ് ഫ്രെയിമിൽ 1 മിനിറ്റ് 56 സെക്കൻഡ് യഷിൻ്റെ റായുടെ ബ്രൂട്ടൽ വയലൻസ്. തിരയടിക്കുന്ന കടലും മഞ്ഞുമൂടിയ മലകളുമെല്ലാമായി പല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വിഷ്വൽസിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാത്ത ടീസർ. അതിൻ്റെ അവസാന ഭാഗത്ത് ഇന്നേ വരെ നാം കണ്ടിട്ടില്ലാത്ത വെറൈറ്റി അവതാറിലെത്തുന്ന യഷും. അനവധി സർപ്രൈസുകൾ ഒളിപ്പിച്ചാണ് ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സിന്റെ ടീസർ ഗീതു മോഹൻദാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗ്യാങ്സ്റ്റർ പടങ്ങൾക്ക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത മാസ് ഡയലോഗുകളുടെ മാസ്റ്ററായ യഷിന്റെ 4 വർഷത്തിന് ശേഷമുള്ള ബിഗ് സ്ക്രീൻ എൻട്രിക്ക് കിക്ക് കൂട്ടുന്ന ഗംഭീര ടീസർ. ടോക്സിക് വയലൻസും ആക്ഷനും ടിപ്പിക്കൽ ഗ്യാങ്സ്റ്റർ പടങ്ങളുടെ ലെവലിന് ഒരു പടി മുകളിൽ നിൽക്കുന്ന മേക്കിങ്ങും ഓഫർ ചെയ്യുന്ന ടീസറിൽ പറയാൻ ബാക്കി വെച്ചതെല്ലാം സിനിമയുടെ കാത്തിരിപ്പിന് വീര്യം കൂട്ടുന്നു. 8 വർഷം മുൻപ് റോക്കി ബായയെ അവതരിച്ച് ആക്ഷൻ രംഗങ്ങളിൽ ഞെട്ടിച്ച നായകൻ. 2ാം ഭാഗത്തിൽ ആ വരവ് ഒന്നുകൂടി ഐക്കോണിക് ആക്കുന്നതിനോടൊപ്പം ഡയലോഗുകളിൽ കിക്ക് തന്ന ഹീറോ. ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, ഐ അവോയ്ഡ് ഇറ്റ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാണ്ട് അവോയ്ഡ് എന്ന് പറഞ്ഞ റോക്കി ബായ് സ്വാഗ് തന്നെയാണ് റായും നൽകുന്നത്. അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മകനായിരുന്നു റോക്കി. നല്ലവനായ ഡോൺ എന്ന ഇമേജിന്റെ വ്യത്യസ്തമായ ഒരു വേർഷൻ. എന്നാൽ ടോക്സിക് ടീസറോ മുൻപിറങ്ങിയ ഗ്ലിംസോ അത്തരമൊരു നരേറ്റീവ് നൽകുന്നില്ല. അതിനാൽ റോക്കിയിൽ നിന്ന് യഷ് പുറത്തിറങ്ങേണ്ടിയിരിക്കുന്നു. ഡോൺ പരിവേഷത്തിലെത്തുന്ന ടീസറിൽ വയലൻസിൽ വിട്ടുവീഴ്ചയില്ലാത്തത് ആ മാറ്റത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. 1940-70 കാലഘട്ടത്തിലെ ഗോവയിൽ സെറ്റ് ചെയ്യുന്നതാണ് ടോക്സിക്കിന്റെ കഥ. KGFിലേതുപോലെ പല ഗ്യാങ്ങുകളും അവർ തമ്മിലുള്ള വാർ തന്നെയാകും ടോക്സിക്കിലെയും പ്രധാന പ്ലോട്ട്. നേരത്തെ ഇറങ്ങിയ ഗ്ലിംസും ഇപ്പോഴത്തെ ടീസറും എല്ലാം ഒരുപോലെ കാണിക്കുന്നത് എക്സ്ട്രീം വയലൻസ് ആണ്. ടീസർ അവസാനിക്കവേ ചെയിൻസോ വെച്ചൊരാളെ കൊല്ലുന്ന ബ്രൂട്ടൽ കില്ലിംഗ് സീനുമുണ്ട്. സിനിമയിൽ ഇരട്ട വേഷത്തിലാണ് യഷ് എത്തുന്ന സൂചനയുണ്ട്. ആ റൂമർ നേരത്തെ തന്നെ കറങ്ങി നടക്കുന്നുമുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ യഷിന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പ് ടീസറിൽ ഉണ്ട് താനും. ചെറുതല്ലാത്തൊരു യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുന്ന നായകൻ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാകും ടോക്സിക്. യഷ് ഗീതു മോഹൻദാസ് തിരക്കഥയിൽ ഗീത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ 5 നായികമാരാണുള്ളത്. കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, താര സുതാരിയ. എന്നാൽ ടീസറിൽ ഇവരിൽ ഒരാൾ പോലും ഇല്ലെന്നത് ആശ്ചര്യമുണർത്തുന്നു. മെയിൻ ഫോക്കസായി യഷിനെ തന്നെ നിലനിർത്തുകയാണ് അണിയറ പ്രവർത്തകർ. രാജീവ് രവിയുടെ ഫ്രെയിംസ് ഓരോന്നും ഞെട്ടിക്കുന്നതാണ്. ഗ്ലിംസ് വീഡിയോയിലും ആ വിഷ്വൽസ് ഏറെ പ്രശംസ നേടിയിരുന്നു. ടീസർ അത് എത്രത്തോളം ഗ്രാൻഡ് ആണെന്ന് ഒന്നുകൂടി കാട്ടിത്തരുന്നു. രവി ബസ്രൂറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. KBN പ്രൊഡക്ഷൻസും യഷും ഒരുമിച്ചാണ് സിനിമ നിർമ്മിക്കുന്നത്. കുട്ടികൾക്കായുള്ള ഫെയറി ടെയിലുകൾ ഒരുപാടുണ്ട്, എന്നാൽ അഡൽസിനുള്ളതില്ല. എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് തോന്നി. അതാണ് ടോക്സിക്. ആ ടൈറ്റിലിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും യഷു പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അനൗൺസ്മെന്റ് മുതൽ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ ചിത്രം ടീസറിലും അതിനുള്ള പലതും തുറന്നിടുന്നുണ്ട്. വരും ദിനങ്ങളിൽ അത് ചർച്ചയാവുകയും ചെയ്യും. മാർച്ച് 19-നാണ് യഷ് എത്തുന്നത്. പാൻ ഇന്ത്യൻ ഹിറ്റായ ദുരന്തറിന്റെ 2ാം ഭാഗത്തിനോട് ക്ലാഷുമായി. ഹെവി ബോക്സ് ഓഫീസ് റെക്കോർഡിടാൻ സാധ്യതയുള്ള 2 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒരുമിച്ചെത്തുന്ന ഇക്കൊല്ലത്തെ ആദ്യ ദിവസമാണ് മാർച്ച് 19. വിജയ് ചിത്രത്തിനോടൊപ്പം എത്തി കൊലത്തൂക്ക് നടത്തിയ യഷിന് ദുരന്തർ ഒരു ഇരയല്ലെന്ന വാദങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അടുത്ത മാസം അറിയാം 4 വർഷത്തെ കാത്തിരിപ്പ് ഹിറ്റിൽ അവസാനിക്കുമോ, വീണ്ടും വിവാദങ്ങൾ തുറന്നിടുമോ എന്ന്.